ഇത് റീമ നമ്മുടെ പുതിയ ട്രെയിനറാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് റീമയോട് കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നു. റീമ സെറ്റ് അല്ലേ? ഓൾ സെറ്റ്. റീമ സെറ്റാണ്. റീമ, നമ്മുടെ സ്റ്റുഡൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അതിലൊന്ന്, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലൈവിലൊക്കെ വന്ന സമയത്ത് ചോദിച്ചതാണ്, കുറ്റം ഏറ്റു പറയുക, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? കൺഫെസ്. കൺഫെസ്. ഓക്കെ, അത് വെച്ചിട്ടൊരു എക്സാമ്പിൾ. ദി അക്യൂസ്ഡ് ഫൈനലി കൺഫെസ്ഡ് ഇൻ കോർട്ട്. ഓക്കെ, അപ്പോൾ പ്രതി അവസാനം കോടതിയിൽ കുറ്റം സമ്മതിച്ചു. ഓക്കെ, നല്ല എക്സാമ്പിളാണ്. അടുത്തത് തുറന്നു പറയുക. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളെല്ലാം നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടൊക്കെ തുറന്നു പറയില്ലേ, അപ്പോൾ അതിനെന്താ ഇംഗ്ലീഷിൽ പറയാം? കൺഫൈഡ്. കൺഫൈഡ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടൊരു എക്സാമ്പിൾ. ഐ ഓൺലി കൺഫൈഡ് മൈ ഫീലിംഗ്സ് ഇൻ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ഇന്നാണോ ടു ആണോ? രണ്ടും ഉപയോഗിക്കാം, ബട്ട് മോർ അപ്രോപ്രിയേറ്റ് ടു യൂസ് ഇൻ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് മാത്രം ഞാൻ എൻ്റെ ഫീലിങ്സ് എല്ലാം തുറന്ന് പറയും. അപ്പോൾ എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്? അപ്പോൾ എല്ലാവരോടും പറയോ? ഓക്കെ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തത് സമ്മതം, അല്ലെങ്കിൽ സമ്മതം ചോദിക്കുക, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? കുറച്ച് എക്സാമ്പിൾസ് പറയോ? ഇപ്പോൾ കൺസെന്റ് നൗൺ ആയിട്ടും വരും, വേർബ് ആയിട്ടും വരും. ഓക്കെ, വേർബ് ആയിട്ട് വരുമ്പോൾ ഒരു എക്സാമ്പിൾ, the company finally consent the needs of the employees after they went on strike. ഓക്കെ, അപ്പോൾ എംപ്ലോയീസ് സ്ട്രൈക്ക് ചെയ്തപ്പോൾ അവരുടെ എല്ലാ ഡിമാൻഡ്സും കമ്പനി അംഗീകരിച്ചു. ഓക്കെ, നല്ല എക്സാമ്പിൾ ആണ്. ആൻഡ് അത് നൗൺ ആയിട്ട് വരുമ്പോൾ, ഓക്കെ, you are not allowed to take the photograph here without the prior consent from the authorities. അപ്പോൾ അതോറിറ്റിയുടെ മുൻകൂട്ടിയുള്ള പെർമിഷൻ ഇല്ലാതെ, അനുവാദമില്ലാതെ ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഈ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇന്നലെ മിനിയാന്നെല്ലാം ഇവിടെ ദുബായിൽ ഷൂട്ട് വരുന്ന സമയത്ത് ഉണ്ടായതാണ്. ഓക്കെ, എൻ്റെ ലാസ്റ്റ് ഇത് ആശ്വസിപ്പിക്കുക, അതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? കൺസോൾ. കൺസോൾ. അത് വെച്ചിട്ടൊരു എക്സാമ്പിൾ. I tried to console her, but simply she wouldn't stop crying. ഓക്കെ, അപ്പോൾ ഞാൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവൾ സ്റ്റോപ്പ് ചെയ്തില്ല, കരച്ചിൽ നിർത്തിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 4 വാക്കുകളാണ് പഠിച്ചത്. ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും പഠിക്കുക മാത്രമല്ല, നമ്മൾ അത് സംസാരിക്കുമ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയായിരുന്നാലും നിങ്ങളുടെ ഫ്രീ സമയങ്ങളിൽ ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. മുകളിൽ ബയോയിൽ ഞങ്ങളുടെ വാട്സാപ്പ് ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. അടുത്ത ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യാം. താങ്ക് യു. English House. English at your fingertips.